അജോയിന്റെ രണ്ടാം മോഷണം, ഡയറക്ടഡ് ബൈ ജിതിൻ ലാൽ. സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് പടം. പക്ഷേ ഞാൻ അതിന്റെ മുന്നേ ഞാൻ റിവ്യൂ തുടങ്ങണം മുന്നേ ഒരു കാര്യം പറയാം. അത് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാനിത് ചില തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതില് കുറെ ആൾക്കാർ പറയുന്നത് അവതാർ ലെവല്, ബാഹുബലി ലെവൽ. ഇത് അങ്ങനല്ല. ഇതിന് ഗൂസ് ബംസ് എന്ന് പറയാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. മനസ്സിലായില്ല? അത് നമ്മളിത് കുറെ ആൾക്കാർ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുത്തശ്ശി കഥയില്ലേ, മുത്തശ്ശി കഥ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് പേടിയാണ്. കാരണം ഇതിന് മുന്നേ ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, കാളവണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ. അത് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, അത് ശരിക്കുള്ള മുത്തശ്ശി കഥയാണ്. അപ്പൊ ഇതില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കുട്ടിക്ക് ഒരു മുത്തശ്ശി ഒരു കഥ പറഞ്ഞു കൊടുക്കുക, അത്രത്തന്നെ ഉള്ളൂ. അങ്ങനെയാണ് ഇതിലുള്ള ആ കഥ പറയുമ്പോഴാണ് ടോവിന്റെ എൻട്രി ഒക്കെ വരുന്നത്. മനസ്സിലായില്ല? അതങ്ങനെ അപ്പൊ അങ്ങനെ ഒരു മുത്തശ്ശി കഥ, അതായത് ചിലപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചില ഒരു കഥ പറഞ്ഞു കൊടുക്കും, അല്ലാതെ ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങൾ മുത്തശ്ശിമാർ കഥ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ഒരു കഥ, അത് വിഷ്വലി നമ്മൾ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണ ഒരു പരിപാടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ സിനിമന്റെ ഒരു പോരായ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ല, ഞാൻ ആദ്യത്തെ പോരായ്മ എനിക്ക് തോന്നിയത് ഇതിന് 3D ആണ്. അതാണ് 3D ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം 3Dക്കായിട്ട് ഇപ്പൊ അതില് ഒന്ന് സിനിമ തുടങ്ങുന്ന സമയത്ത് കുറച്ച് മോഹൻലാലിന്റെ കഥ പറയും. മോഹൻലാലിനെ കാണാൻ പറ്റില്ല, വോയിസ് ഓവർ ആണ്. അപ്പൊ ആ വോയിസ് ഓവറിൽ ഇങ്ങനെ കഥ പറഞ്ഞ സമയത്തൊക്കെ ചില ഒരു വിഷ്വൽസ് ഉണ്ട്, ആനിമേറ്റഡ് വിഷ്വൽസ് ഉണ്ട്. അത് ആ സമയത്തൊക്കെ നല്ല 3D സംഭവങ്ങൾ, ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. പിന്നെ അതേപോലെ തന്നെ പല ഭാഗങ്ങളിലും നല്ല 3D ആയതുകൊണ്ട് മാത്രം കിടിലൻ എന്ന് തോന്നിയ ചില മൊമെന്റ്സ് സിനിമയിലുണ്ട്. പക്ഷെ അങ്ങനെ ഉടനീളം നമ്മളൊരു 3D മൊത്തത്തിലൊരു 3D കാണേണ്ട പടം, തിയേറ്ററിൽ കാണേണ്ട പടമാണ്. പക്ഷെ 3D തന്നെ കാണണമെന്ന് നിർബന്ധമുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിന്റെ ആ 3D വർക്ക് കുഡ് ഹാവ് ബീൻ ബെറ്റർ. അത് ഇനി കുറെ കൂടി നന്നാവാനുണ്ടായിരുന്നു. അത് കുറ്റമായിട്ട് ഞാൻ പറയില്ല. ചില മൈന്യൂട്ടായിട്ട് ഡീറ്റെയിലിങ്ങും അതിലൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അത് പോട്ടെ നോക്കാനുള്ളൂ. അതൊന്നും ഇപ്പൊ അങ്ങനെ എടുത്ത് തല കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഒരു സ്ക്രിപ്റ്റ് ആണ്. മുത്തശ്ശി കഥ എന്ന് പറയുമ്പോൾ, ഒരു കള്ളന്റെ കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനൊരു സ്ക്രിപ്റ്റ്. അത് മാത്രമല്ല, പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റബിൾ ആയിട്ട് സാധനം പോയിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു വലിയൊരു സിനിമ അല്ലെങ്കിൽ ഇതിനെ കാണാത്തൊരു വെറൈറ്റി സാധനം എടുക്കുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടി ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഇതിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്ക്രിപ്റ്റിന് ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഇത് ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ട് പോയി ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനിക്കുണ്ട്. കാരണം ഇത് അങ്ങനെ അതൊരു മരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ടോബി. അപ്പൊ അതേപോലെ തന്നെ ഇത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ സിനിമ ഒട്ടം നീളം, അത് ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട്. ഈ ഒരു സിനിമ ഒട്ടം നീളം ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റിന് തീരെ ഒരു ഡെപ്ത് ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ്. അതായത് ഡെപ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്വിസ്റ്റോ കാര്യങ്ങളോ വരും, കുറച്ചും കൂടി വെറൈറ്റി പറയുമ്പോൾ മുത്തശ്ശി കഥയാണെങ്കിൽ പോലും ഒരു വെറൈറ്റി എലമെന്റ് തിരിക്ക് കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ഇനി ഒത്തിരി കൂടി നന്നാവുമായിരുന്നു എന്നാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. സിനിമ തുടങ്ങി അങ്ങനെ മോഹൻലാൽ ഇങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ പോയി ടോവിനോന്റെ ഇൻട്രോ, ക്യൂട്ടിലൻ ഇൻട്രോ, ഒരു കുതിരപ്പുറത്ത് വരുന്ന ഇൻട്രോ ആണ്. അതിലാണ് കേളു എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. തീരെ ഇമ്പാക്ട് ഇല്ലാത്ത ഒരു ക്യാരക്ടർ. പക്ഷെ കാണാനൊക്കെ ടൊവിനോനെ കാണാൻ ഗംഭീരാണ് ഈ കേളു എന്ന് പറഞ്ഞാൽ. ബാക്കിയിലിരിക്കാൻ വരാം, ഈ കേളു എന്ന് പറഞ്ഞ ലുക്കില് സെറ്റ് ഒന്നും പറയാനില്ല. ടൊവിനോനെ അറിയില്ല, അത് ഭയങ്കര ലുക്കുള്ള ആളാണല്ലോ ടൊവിനോ. അപ്പൊ അത് സെറ്റ് ആയിട്ട് അതിൽ കാണും. പക്ഷെ തീരെ സ്ക്രീൻ ടൈം കുറവ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഈ 3 ക്യാരക്ടേഴ്സ് ഏറ്റവും സ്ക്രീൻ ടൈം കുറവ് കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണ്. അതുകൊണ്ട് തന്നെ തീരെ കുറവാണ് സ്ക്രീൻ ടൈം. ഇല്ലാന്ന് കുറച്ചും കൂടി കുറച്ചും കൂടെ സ്ക്രീൻ ടൈം കുറയുന്നുണ്ടെങ്കിൽ കേളു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത്രയും കുറച്ച് സ്ക്രീൻ ടൈം കിട്ടിയ ഒരു ക്യാരക്ടറാണ് കേളു എന്ന് പറയുന്നത്. ആ സമയം കൊണ്ട് ടൊവിനോന്റെ പെർഫോമൻസും ആ ഒരു സ്ക്രീൻ പ്രസൻസും കാരണം കുറച്ചൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് തീരെ ഒരു ഇമ്പാക്ട് ഇല്ലാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ കുറെ അടവുകളൊക്കെ പഠിച്ച് അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ആ ഇമ്പാക്ട് കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മറ്റവനുണ്ട്, മണിയൻ എന്ന് പറഞ്ഞിട്ട്. മണിയൻ എന്ന് പറഞ്ഞാൽ അതിലാണെങ്കിൽ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള ആ മുടിയും താടിയൊക്കെ വളർത്തിയിട്ടുള്ള ടൊവിനോ ഉണ്ടല്ലോ, ആ ക്യാരക്ടറാണ് മണിയൻ എന്ന് പറഞ്ഞത്. പടച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ട് ടൊവിനോ. അത് ആ ഒരു സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ഇത് കുറെ ഈ മണിയന്റെ ക്യാരക്ടർ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ തള്ളി നിൽക്കണ ഒരു സംഭവം ഫസ്റ്റ് ഹാഫിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്ന സിനിമ ഉടനീളം പല ഭാഗങ്ങളും എനിക്ക് ലാഗ് തോന്നിയിട്ടുണ്ട്. ഇന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇതില് ഈ കേളു മണിയൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ടല്ല, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ് മണിയൻ എന്ന് പറയുന്നത്. ടൊവിനോന്റെ കരിയറിലെ തന്നെ ഏറ്റവും ദി ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും അജയനൊന്നും. അജയന്റെ ഈ 3 ക്യാരക്ടേഴ്സിനും പെർഫോം ചെയ്യാനുണ്ട്, ഇല്ലാന്നൊന്നും പറയാം. ഒന്ന് കേളു വലിയൊരു പെർഫോം ചെയ്തു, ആക്ഷൻ ഉണ്ട്, പിന്നെ കുറച്ച് റൊമാൻസും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിനെ ടൊവിനോക്ക് ചെയ്യാനുള്ളൂ. ടൊവിനോക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ടൊവിനോ എടുത്തിടേണ്ട സാധനങ്ങളൊന്നും അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറില്ല. പക്ഷെ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലുണ്ട്. അതാണ് ടൊവിനോണ്ട് ആറാട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ
ഈ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഭാര്യയായിട്ടാണ് സുരഭി വരുന്നത്. സുരഭി ഇതിൽ 2 കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഒന്ന് ഈ മണിയന്റെ ഭാര്യയായിട്ട്, പിന്നെ വയസ്സായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട് ആ സമയത്തുള്ള ഡബിങ്ങിലുള്ള സൗണ്ട് മോഡുലേഷൻ കണ്ടല്ലോ. അതൊക്കെ പ്യുവർ ടാലന്റ് ആണെന്നുള്ളത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിക്കുക. പിന്നെ അതേപോലെ തന്നെ കൃതി ഷെട്ടി അജയന്റെ കപ്പിളായിട്ടാണ്, അതായത് അജയന് പ്രേമിക്കണ പറഞ്ഞാലാണ് കൃതി ഷെട്ടി വരുന്നത്. ഒരു കാര്യമില്ല, അത് അങ്ങനെ പറയാനുള്ള കാരണം വലിയ റോളൊന്നും ഇല്ല, കുറച്ചുണ്ട്. പക്ഷെ അങ്ങനെ വലിയ പെർഫോം ചെയ്ത് ഫലിപ്പിക്കാനുള്ള സംഭവം ഒന്നും കൃതി ഷെട്ടിക്ക് ഇല്ല. പക്ഷെ കൃതി ഷെട്ടിക്ക് ഞാൻ അറിഞ്ഞത് ഡബ് ചെയ്തത് മമിതയാണെന്ന് ഞാൻ കേട്ട്. സത്യമാണോ എന്നുള്ള അറിയില്ല, ആണെങ്കിൽ അല്ലെങ്കിലും സെറ്റായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇതെന്താ പറയുക, പുറത്തുള്ള മലയാളം അറിയാത്ത ഒരാൾക്ക് മലയാളം ഭയങ്കര പ്രശ്നമാവും. ഇപ്പം ഒരു മലയാളി ഹിന്ദി പഠിക്കണ പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണ പോലെ അവർക്ക് മലയാളം പഠിക്കാൻ നല്ല പണിയാവും. അപ്പൊ ആ സമയത്ത് ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആവണല്ലോ, അതിലൊക്കെ കൃതി ഷെട്ടി സെറ്റായിട്ട് അതൊന്നുമല്ല എന്നുള്ള രീതിയിൽ കൃതി ഷെട്ടി എടുത്തിട്ടിട്ട് ഒക്കെ ലിപ് മൂവ്മെന്റ് മുപ്പത്തിരക്ക് ഒന്നുമല്ല. എന്നിപ്പോ ശരിക്കും മലയാളം അറിയാമെന്നുള്ളത് അറിയില്ലേ, മലയാളം അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത സംഭവം ഉണ്ടല്ലോ, ഡബിങ് അല്ല ലിപ് മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ഗംഭീരായിരുന്നു. പക്ഷെ പെർഫോമൻസ് വൈസ് ഇത് അജയന്റെ ഈ ഒരു കപ്പിളായിട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്ത് മറിക്കാൻ മാത്രമില്ല, അതൊരു സത്യമാണ്. പിന്നെ അതിൽ ഐശ്വര്യ രാജേഷ് അങ്ങനെ എന്തോ ആണ് മുപ്പത്തേര് പേരെന്ന് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് മുപ്പത്തേര് കേളു ഇത് ഫസ്റ്റ് വന്നിട്ടുള്ള വാള് കുതിരപ്പുറത്തൊക്കെ വന്നിട്ടുള്ള മൂപ്പരാളെ ഒരു പേരായിട്ടാണ് അതിനൊന്നും തോന്നുന്ന പേര് ഐശ്വര്യ രാജേഷ് വന്നിട്ടുള്ളത്. അങ്ങനെ സിനിമ മൊത്തത്തില് വിഷ്വലി അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്, വിഷ്വൽസ് ഞാൻ പറയാം 3D കുറെ ഭാഗങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഈ മണിയനുണ്ടല്ലോ, മണിയന് ഒരു വിളക്ക് കക്കാൻ വേണ്ടിട്ട് പോകുമ്പോ എന്തൊക്കെയോ ഇതിങ്ങനെ പസില് പോലെ കുറെ വില്ല് ഇങ്ങനെ എവിടെയെങ്കിലും ചവിട്ടി കഴിഞ്ഞാൽ കുറെ വില്ലുകൾ വരും. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ലോക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തോ തുറന്നു വരും. അതേപോലെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോള് പോലത്തെ സാധനം ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആടണം. അതൊക്കെ ഒന്ന് ഇത് എവിടുന്നൊക്കെയോ ഞാൻ പറഞ്ഞില്ല, അതൊന്നും എനിക്ക് അത്ര അവർ മര്യാദ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് തോന്നിപ്പിക്കണേ അങ്ങനത്തെ ചില സീനുകൾ സിനിമയിൽ ഉണ്ടായിരുന്നു, ഒന്നും ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇതിന് മിസ്റ്റേക്സ് ഉണ്ട്, 3D പോരാ, സിനിമ ഭയങ്കര സ്ലോ പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ചില സമയങ്ങളിട്ട്. മൊത്തത്തിലല്ലേ ഇങ്ങനെ നല്ല പേസിൽ പോകും, പിന്നെ ഡ്രോപ്പ് ആവും, പിന്നെ ഇങ്ങനെ പോകും, അങ്ങനെ അത് കുറെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമ കുറെ ഭാഗങ്ങളിൽ പോകുന്നുണ്ട്. ചില സമയത്ത് അത് ഡ്രോപ്പ് ആവുന്നുണ്ട്. പക്ഷെ അത് ഭാഗ്യത്തിന് റൊമാൻസ് വരുന്ന സമയത്തല്ല ആ സാധനം ഡ്രോപ്പ് ആവുന്നത്. ഈ ഒരു പേസ് ഉണ്ടല്ലോ, അതൊന്നാമത് കൃതി ഷെട്ടി ആയതുകൊണ്ടാണ്. കൃതി ഷെട്ടി എന്ന് പറയുമ്പോൾ പൊതുവേ ഇതിപ്പോ മലയാള നടികൾ ചെയ്യുമ്പോൾ വരുന്ന ഒലിപ്പിക്കൽ പൊതുവെ അന്യഭാഷ നടികൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. ചിലപ്പോൾ അതുകൊണ്ടാവും കൃതി ഷെട്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അവൻ കൃതി ഷെട്ടിയും ടോവിനോയും കൂടെ ഉള്ള റൊമാൻസ് കാര്യങ്ങളും തീരെ ബോറടിക്കണില്ല. പിന്നെ അതേപോലെ തന്നെ മറ്റേ ടോവിനോ അല്ല, കുറെ ടോവിനോ ഉണ്ട് ഇതിൽ. മറ്റേ മണിയന് സുരഭിയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അത് തീരെ ബോറില്ല. പിന്നെ ഐശ്വര്യ രാജേഷിന്റെ മറ്റേ ടോവിനോടെ കേളില്ല, അത് വലിയ ഇതൊന്നുമില്ല. അപ്പത്തിനും ഇത് ഇങ്ങനെ പോകും പടം. അങ്ങനെ മൊത്തത്തിൽ പിന്നെ BGM ഞാൻ പേര് നോക്കിയിരുന്നു, ഞാനിപ്പോ എന്തോ ജിബു അങ്ങനെ എന്തോന്ന് ഞാനിപ്പോ പേര് പറഞ്ഞിരുന്നു. പക്ഷെ പേര് ഞാൻ മറന്നത്. ഇപ്പൊ വീഡിയോ ക്യാൻസൽ ചെയ്യേണ്ടി വരും, അപ്പൊ പിന്നെ അപ്പൊ കൂടെ തകിടം മാറി. അപ്പൊ അതിന് നിൽക്കണില്ല. ആ BGM ഒട്ടും നിങ്ങൾ അങ്ങനെ ഈ എന്താ പറയാ, ഈ പ്രത്യേകിച്ച് അജയനതില് ഒരു സംഭവം ഉണ്ട്. അജയനല്ല മണിയനുണ്ടല്ലോ, മണിയനിങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു കയറ് പോലത്തെ ഒരു ബല പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇട്ടിട്ട് പിടിക്കണ ഒരു സീനുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ടോവിനോ എസ്കേപ്പ് ആവും. അവിടുന്ന് ആ എസ്കേപ്പ് ആവുന്ന സമയത്ത് നമ്മളൊരു BGM ഒക്കെ ഉണ്ട്, എന്റെ പൊന്നു, അതാണ് തിയേറ്ററിന് കിടന്ന് കുലുങ്ങും. പക്ഷെ അത് ഞാൻ പറഞ്ഞത് നല്ല സ്ഥലത്ത് പോയിരുന്ന് കാണണേ. കൂതറ സാധനം ഇത് എന്ന് പറയരുത്. കൂതറ തിയേറ്ററിൽ പോയിരുന്ന് കേട്ടു, നല്ല തിയേറ്ററിൽ പോയിരുന്ന് കാണണം. BGM സിനിമനെ ഒട്ടം നീളം ആ സിനിമനെ എലിവേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, മനസ്സിലായില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നാമത് ഇതിന്റെ ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കായിരുന്നു നിങ്ങൾക്ക് തോന്നി. ഒരു 2.5 മണിക്കൂർ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-25 മിനിറ്റെങ്കിലും ഇതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഭയങ്കര വലിഞ്ഞിട്ട് ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ സിനിമ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേളു എന്ന് പറഞ്ഞ വെറുതെ ഒരു ക്യാരക്ടറിനായി 2 ക്യാരക്ടർ എന്തായാലും ചെയ്യണ്ടല്ലോ, മൂന്നാമത്തെ ഒന്ന് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നി. അത് കുറച്ചും കൂടി ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ആക്കിയിട്ട് മാറ്റണമായിരുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ 2 അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെക്കാളും മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെക്കാളും ഗംഭീര ക്യാരക്ടറായിട്ട് മാറിയിരുന്നു. പക്ഷെ അതിന് പകരം അവർ കുറച്ചെന്തോ കാണിച്ച് പിന്നെ ബാക്കി അടുത്ത കഥയൊക്കെ പോയത് ഏതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂലേ, അങ്ങനെ വന്നൊരു ഫീല്. അങ്ങനെ എനിക്ക് തോന്നി ആ കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കാര്യത്തിൽ. പക്ഷെ ബാക്കി 2 ക്യാരക്ടർ, പിന്നെ അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു സാധാരണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് മണിയന്റെ പാരമ്പര്യത്തിൽ വരുന്ന ആളാ, മനസ്സിലായില്ലേ. അതായത് മണിയന്റെ കൊച്ചുമോൻ അങ്ങനെ തോന്നായിട്ടാണ് വരുന്നത്. അപ്പൊ അതിൽ ഇത് മണിയന് കള്ളനായതുകൊണ്ട് അവനക്ക് ഈ കള്ള എന്നുള്ള പേര് കേൾക്കുമ്പോൾ വരുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് ആ ക്യാരക്ടർ പോണത്. ഭയങ്കര കളരി സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് എടുക്കണ സംഭവം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ടോവിനോന്റെ കലിക്ക് ഉണ്ടല്ലോ, ടോവിനോന്റെ കലിക്കത്തെ വില്ലൻ ഉണ്ടല്ലോ, മൂപ്പരുടെ പേര് ഞാൻ നോക്കിയില്ല. മൂപ്പരാൾ ഇതില് ടോവിനോനെ കളരിക്ക് വെല്ലുവിളിച്ചിട്ട് വരുന്നുണ്ട്.
അതിൽ മാത്രമേ ഉള്ളൂ, അതിൽ കുറച്ച് സീന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ അപ്പം നമുക്ക് വന്നൊരു ത്രില്ലുണ്ട് മോനെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രില്ലായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു ത്രില്ല് അതാണ് ആകെ സിനിമയിൽ നല്ല ത്രില്ലായിട്ട് നിൽക്കുന്നത്, ആ ഒരു മൊമെന്റ് മാത്രം. ബാക്കിയൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ പോകണം. പക്ഷെ വിഷ്വലി നമുക്ക് കണ്ടിരിക്കുക, പെർഫോമൻസ് കണ്ടിട്ടും അങ്ങനെ പല എലമെന്റ്സും കാരണം ദി മൂവി എന്ന് പറയുന്നത് ഗംഭീര സാധനം ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരും ബാഹുബലി, അവതാർ അങ്ങനെയല്ല, മനസ്സിലായി. ഇത് അങ്ങനെ ഒരു കഥ തന്നെ അല്ല ഇത്. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. പല ഭാഗങ്ങളിലും കുറെ ഈ സിനിമ നന്നാക്കാമായിരുന്നു. അത് 3D കുറെ കൂടി നന്നാക്കാമായിരുന്നു. സ്ക്രിപ്റ്റ് കുറച്ചും കൂടി വെറൈറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുന്ന രീതിയിലേക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് മാറ്റാമായിരുന്നു. അങ്ങനെ പല സംഭവങ്ങൾ എനിക്ക് പോരായിരുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂവി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എബവ് എവറേജ് മൂവി. പക്ഷെ ഗംഭീര പടമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് കാണേണ്ട സിനിമ അതൊന്നല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ എന്താ പറയുക പറഞ്ഞ ബാഹുബലി അവതാർ ബാഹുബലി അവതാർ അത് അങ്ങനൊന്നും ഇല്ല സിനിമ. അതൊരു ഗൂസ് ബംസ് ഇല്ല. അത് ആകെ ത്രില്ല് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ് പിന്നെ ത്രില്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കളറിന്റെ സംഭവം ഉണ്ടല്ലോ, ഈ കൽക്കിത്തെ ഇന്ത്യനും ടൊവിയും കൂടെ ഉള്ള കളറിങ്, അപ്പൊ ആ സമയത്ത് കിട്ടിയ ത്രില്ലിംഗ് എലമെന്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അതാണ് സിനിമയിൽ ആകെ വന്ന ത്രില്ലിംഗ് എലമെന്റ്. അതാണ് അതിന് പ്രധാന കാരണം. ഈ സ്ക്രിപ്റ്റ് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ട് പോയിരുന്നുള്ളത് കൊണ്ടും കൂടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഈ സിനിമക്ക് വേണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ തല ചൊറിയുന്ന രീതിയിലേക്ക് ചില ഭാഗങ്ങളൊക്കെ പോകുന്നുണ്ട്. ബട്ട് ഒക്കെ പോട്ടെന്ന് വെക്കാളുള്ളൂ. സോ ഞാൻ പറഞ്ഞത് സിനിമ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. പക്ഷേ ഈ പൊട്ടന്മാർ വിളിച്ച് പറഞ്ഞ പോലെ ബാഹുബലിയും അവതാറും മറ്റേ ഡെഡ്പൂളും വോൾവറിൻ അങ്ങനെയല്ലത്, മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയിട്ട് ഒരു മുത്തശ്ശി കഥ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുന്നേ വന്നു പോയ മുത്തശ്ശി കഥ പടമല്ല, അത് ശരിക്കൊരു മുത്തശ്ശി കഥ. നമുക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ, ഇന്നൊരാളുണ്ടായിരുന്നു, ഇന്നൊരാൾക്ക് മോനുണ്ടായിരുന്നു, ഇന്നൊരാൾക്ക് ഇത് ഉണ്ടായിരുന്നു, മറ്റേ ഉണ്ടായിരുന്നു, മറിച്ച് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക. ചിലത് ഉള്ളതാവും, ചിലത് വെറുതെ നമ്മൾ ഉറങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വേണ്ടിയിട്ട് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോട്ടെ നോക്കാനുള്ളൂ. സോ ദി മൂവി ഈസ് എൻ എബവ് എവറേജ് മൂവി. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.